എല്ലാ വിദ്യാർത്ഥികളെയും +1 ഒന്നാമത് ചാപ്റ്റർ സെറ്റ്സ് അതിൻ്റെ 8ാമത് ക്ലാസ്സിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സെറ്റ്സിൻ്റെ 3 ഓപ്പറേഷൻസാണ് പഠിച്ചു നിർത്തിയത്. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്. എന്തായിരുന്നു എ യൂണിയൻ ബി? എയിലെയും ബിയിലെയും ടോട്ടൽ എലമെൻസിൻ്റെ സെറ്റ്. എന്തായിരുന്നു എ ഇൻ്റർസെക്ഷൻ ബി? എയിലെയും ബിയിലെയും കോമൺ എലമെൻസിൻ്റെ സെറ്റ്. എന്തായിരുന്നു എ മൈനസ് ബി? എയിലുള്ളതും ബിയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ സെറ്റ്. എന്തായിരുന്നു ബി മൈനസ് എ? ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ സെറ്റ്. നമുക്ക് ഈ 3 ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോബ്ലം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി സമം എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. ഇതേപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുണ്ട്. നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഈ തന്നിരിക്കുന്ന 2 സെറ്റുകളും കണ്ടില്ലേ? ഈ 2 സെറ്റും ഏത് ഫോമിലാണ്? സെറ്റ് ബിൽഡർ ഫോമാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ജോലി എന്താ? ഈ 2 സെറ്റ് ബിൽഡർ ഫോമുകളെയും റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. നമുക്ക് തുടങ്ങാം. ഇത് നോക്കിയേ. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. എക്സ് ഒരു ഇൻറ്റിജറാണ്. ഏതൊക്കെയാണ് ഇൻറ്റിജേഴ്സ് നമുക്കറിയാമല്ലോ? -3, -2, -1, 0, 1, 2, 3, 4, 5 എക്സെട്ര. നമുക്ക് എല്ലാ ഇൻറ്റിജേഴ്സും വേണോ? വേണ്ട. എവിടെ മുതൽ എവിടം വരെ? -1/2 9/2 ഇടയ്ക്കുള്ള ഇൻറ്റിജേഴ്സ് മതി. ഇവിടെ ഈ -1/2 എന്ന് പറഞ്ഞാൽ എത്ര? -1/2 -0.5 അല്ലേ? 9/2 എത്ര? 4.5. അപ്പോൾ ഈ -1/2 -0.5 ആണ്. 9/2 എന്ന് പറയുന്നത് 4.5 ആണ്. ഈ -0.5 ഏതിനും ഇടയ്ക്കാണ് വരുന്നത്? -1നും 0യ്ക്കും. 4.5 ഏതിനും ഇടയ്ക്കാണ് വരുന്നത്? 4നും 5നും. അപ്പോൾ ഇൻറ്റിജേഴ്സിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിന് ഈ -1/2 ആയ -0.5 -1നും 0യ്ക്കും ഇടയ്ക്ക് എഴുതി ചേർത്തു. 9/2 ആയ 4.5 4നും 5നും ഇടയ്ക്ക് എഴുതി ചേർത്തു. ഇനി നിങ്ങൾ നോക്കിയേ, ഈ -0.5നും 4.5നും ഇടയ്ക്ക് വരുന്ന ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, 4. അപ്പോൾ എയുടെ റോസ്റ്റർ ഫോം 0, 1, 2, 3, 4. ക്ലിയർ? ഇനി നമുക്ക് ബിയിലേക്ക് വരാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് എൻ. എന്നെന്താ? നാച്ചുറൽ നമ്പേഴ്സ്. എവിടെ മുതൽ? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5. 5 ആകാം, പക്ഷേ 2 എടുക്കാൻ പറ്റില്ല. എന്താ 2 എടുക്കാൻ പറ്റാത്തേ? ഇവിടെ ലെസ് ദാനേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതും പരിഗണിച്ചാനേ? 2ഉം പരിഗണിക്കും. അപ്പോൾ 2 വേണ്ട. പിന്നെ എവിടെ മൂലം തുടങ്ങണം? 3, 4, 5. അതാണ് ബിയുടെ റോസ്റ്റർ ഫോം. സെറ്റ് 3, 4, 5. എന്താ 2 എടുക്കാഞ്ഞെന്ന് മനസ്സിലായല്ലോ? ഇവിടെ ഈക്വൽ ടു ഇല്ല. ഇവിടെ ഈക്വൽ ടു ഉണ്ടായിട്ടാണ് നമ്മൾ ഏതെഴുതിയിരിക്കുന്നത്? 5. അപ്പോൾ 3, 4, 5. എയും ബിയും കിട്ടിയല്ലോ. ഇനി ഇതേ കണക്കൊരു റിസൾട്ട് വേരിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തയാ. ആദ്യം നമ്മൾ അതിൻ്റെ LHS, ഇതാണ് LHS. എന്താ പറയുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ആദ്യം നമ്മൾ LHSൻ്റെ ആൻസർ കാണും. LHS എന്ന് വായിച്ച് നിങ്ങൾ സമത്തിൻ്റെ ഇടതുവശമുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? LHS വായിര്. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും ഓരോ ബ്രാക്കറ്റിലല്ലേ? അപ്പോൾ ബ്രാക്കറ്റിനകത്തുള്ളത് ആദ്യം കാണണം. അപ്പോഴാദ്യം നമ്മൾ എന്ത് കാണും? എ യൂണിയൻ ബി. നോക്കുക, ഈ എ യൂണിയൻ ബി ആണ് ആദ്യം കാണുക. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ എ യൂണിയൻ ബി കാണാൻ അറിയാമല്ലോ. ഈ 2 സെറ്റിലെയും ടോട്ടൽ എലമെൻറ്റ് 0, 1, 2, 3, 4. പിന്നെ 3ഉം 4ഉം പറയണ്ട, 5 തണ്ടേ. 0, 1, 2, 3, 4, 5. ഇനി നമ്മൾ എന്താ കണ്ടത്? ഈ നോക്കുക, ഇതാണ് അടുത്ത എ ഇൻ്റർസെക്ഷൻ ബി. അടുത്ത നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കാണണം. അതിന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രം എഴുതുക. ഈ 2 സെറ്റിലും കോമൺ ആയിട്ട് ആരൊക്കെയുണ്ട്? 3 ഉണ്ട്, 4 ഉണ്ട്. കണ്ടില്ലേ? 2 സെറ്റിലും 3ഉം 4ഉം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി വരുന്നത് സെറ്റ് 3, 4. ഇനി നമ്മൾ ഇത് മൊത്തത്തിൽ കാണും. എന്താ? എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. അതാണ് LHS. എ യൂണിയൻ ബി മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി സമം എ യൂണിയൻ ബിക്ക് വരാനാണ്ട് ഈ സെറ്റ് അതെഴുതി, എന്നിട്ട് മൈനസ് ഇട്ടു.
എ ഇൻ്റർസെക്ഷൻ ബിക്ക് വരുന്നാണ്ട് മോളി കണ്ടിട്ടുണ്ട് കേട്ടോ. എ യൂണിയൻ ബിയും എ ഇൻ്റർസെക്ഷൻ ബിയും നമ്മൾ വേറെ വേറെ കണ്ടു. അപ്പോൾ എ യൂണിയൻ ബിക്ക് ആദ്യം കണ്ട സെറ്റ് കൊടുത്തു, എന്നിട്ട് മൈനസ് ഇട്ടു. എ ഇൻ്റർസെക്ഷൻ ബിക്ക് രണ്ടാമത്തെ സെറ്റ് കൊടുത്തു. ഇനി പറ, ഈ രണ്ട് സെറ്റിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? ഇതിലുള്ളതും ഇതിലില്ലാത്തതും. ഒന്ന് പറഞ്ഞേ, ഇതിലുള്ളതും ഇതിലില്ലാത്തതുമായ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 0, 1, 2. 3, 4 ഇപ്പുറത്തുണ്ട്, അതുകൊണ്ട് എടുക്കത്തില്ല. പിന്നെ ഏതാ? 5. അപ്പോൾ 0, 1, 2, 5 അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഡിഫറൻസ് എങ്ങനെയാ പറയുക? ഇതിലുള്ളതും ഇതിലില്ലാത്തതും. 0, 1, 2, 5. അങ്ങനെ LHS നമ്മൾ കണ്ടു കഴിഞ്ഞു. LHS കണ്ടാൽ പിന്നെ നമ്മൾ എന്തിലേക്കാണ് പോകുന്നത്? RHS. RHS എന്ന് പറയുന്നത് സമത്തിൻ്റെ വലതുവശത്തുള്ളത്. വൈക്ക് A-B യൂണിയൻ B-A. അപ്പോഴാദ്യം നമ്മൾ എന്ത് കാണും? ബ്രാക്കറ്റിനകത്തുള്ള A-B കാണും. A-B കാണാൻ ആദ്യം A എഴുതി, മൈനസ് ഇട്ടു, B എഴുതി. എങ്ങനെ ഇതിൻ്റെ ഡിഫറൻസ് കാണുക? ഇതിൽ ഉള്ളതും ഇതിൽ ഇല്ലാത്തതും. പറയും, ഇതിലുള്ളതും ഇതിലില്ലാത്തതുമായ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 0, 1, 2. 3, 4 ഇതിനകത്തുണ്ട്, അതുകൊണ്ട് എടുക്കില്ല. 0, 1, 2 അതാണ് ഏത്? A-B. അടുത്ത നമ്മൾ എന്താ കാണേണ്ടത്? ഈ ബ്രാക്കറ്റിനകത്തുള്ള B-A. ആദ്യം B എഴുതി, മൈനസ് ഇട്ടു, പിന്നെ A എഴുതി. ഇതിൽ ഉള്ളതും ഇതിലില്ലാത്തതും ഏതൊക്കെയാണ്? ഇതിലുള്ളതും ഇതിലില്ലാത്തതുമായ എലമെൻറ്റ്സ് 5 മാത്രമേ ഉള്ളൂ. 3, 4 എന്താ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ആ 3, 4 എഴുതാൻ പറ്റില്ല. പിന്നെ ഏത് മാത്രം എഴുതും? സെറ്റ് 5. ഇനി നമുക്കിതാ ഇത് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ കാണാം. A-B യൂണിയൻ B-A. A-B സെറ്റ് 0, 1, 2. B-A സെറ്റ് 5. അപ്പോൾ A-B യൂണിയൻ B-A എഴുതാൻ ആദ്യം A-B എഴുതി, യൂണിയൻ്റെ സിമ്പൽ ഇട്ടു, പിന്നീട് B-A. ഇതാണ് A-B, ഇതാണ് B-A. നമ്മൾ മോളി പ്രത്യേകം കണ്ടിട്ടുണ്ട്. ഇനി പറയും, ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ യൂണിയൻ എങ്ങനെ കാണും? ഈ എല്ലാ എലമെൻറ്റ്സും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. ഈ രണ്ട് സെറ്റിലെയും കൂടെ ടോട്ടൽ എലമെൻറ്റ്സ് 0, 1, 2, 5 ഇതടക്കുന്നുണ്ടോ? 0, 1, 2, 5. അപ്പോൾ LHSൻ്റെ ആൻസർ നോക്ക്, സെറ്റ് 0, 1, 2, 5. RHSൻ്റെ ആൻസർ നോക്ക്, സെറ്റ് 0, 1, 2, 5. LHS RHS ഈക്വലാന്ന് കണ്ടില്ലേ? LHS ഈക്വൽ ടു RHS. അങ്ങനെയാണ് ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്തത്? വെരിഫൈ ചെയ്തത്. ഇനി നമ്മൾ പുതിയ ഒരു ആശയം പഠിക്കുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്കൊരു 3 സെറ്റുകൾ പരിഗണിക്കാം. A ഈക്വൽ ടു സെറ്റ് 1, 7, 8, 2. B ഈക്വൽ ടു സെറ്റ് 1, 3, 2, 7. C ഈക്വൽ ടു സെറ്റ് 7, 5, 3. ഈ 3 സെറ്റുകൾ നിങ്ങൾ കണ്ടല്ലോ. ഇനി ഞാൻ ഒരു പുതിയ സെറ്റ് എഴുതുകയാണേ. സെറ്റ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ? ഈ നമ്മൾ എഴുതിയ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇപ്പം എന്താ എഴുതിയ ഈ വലിയ സെറ്റ്, ഈ സെറ്റിൽ നമ്മൾ മുകളിൽ പറഞ്ഞ 3 സെറ്റുകളില്ലേ, A-B-C, അതിലെ എല്ലാ എലമെൻറ്റ്സും ഇതിൽ നോക്കിയാൽ കാണാം. അതാണ്ട് 1, 7, 8, 2. അതാണ്ട് 1 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്. അടുത്ത ബിയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാ? 1, 3, 2, 7. അതാണ്ട് 1, 3, 2, 7. സിയിലെ എലമെൻറ്റ്സ് 7, 5, 3. അതാണ്ട് 7, 5, 3. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഈ സെറ്റിൻ്റെ പ്രത്യേകത, ഈ സെറ്റിൽ നമ്മൾ നേരത്തെ പറഞ്ഞ A-B-C എന്ന 3 സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും ഇതിനകത്ത് നമുക്ക് കാണാം. A-B-Cയിൽ ഇല്ലാത്ത എലമെൻറ്റ്സും ഉണ്ട്, എന്നാലും ഈ 3 സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും നമുക്ക് ഈ സെറ്റിൽ കാണാം. അങ്ങനെ നമ്മൾ എഴുതിയ ഈ പുതിയ സെറ്റ് ഉണ്ടല്ലോ, ഇത് ഈ വലിയ സെറ്റ്, ഇതിൻ്റെ പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. എന്താണ് പേര്? യൂണിവേഴ്സൽ സെറ്റ്. അതിന് നമ്മൾ U എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പുതിയ ആശയം, യൂണിവേഴ്സൽ സെറ്റ്. അപ്പോഴെന്താണ് യൂണിവേഴ്സൽ സെറ്റ്? ഒരു പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് സെറ്റുകൾ പറഞ്ഞാൽ ആ സെറ്റ്, അത് 2 3 എത്ര സെറ്റ് വേണമെങ്കിലും വരാം, ആ സെറ്റുകളിലെ എല്ലാ എലമെൻറ്റ്സും ഉൾക്കൊള്ളുന്ന സെറ്റ്, ഇതേപോലെ എഴുതുന്ന ഈ സെറ്റിൻ്റെ പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനെ നമ്മൾ U എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എഴുതുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറയുന്ന എല്ലാ സെറ്റിലെ എലമെൻറ്റ്സ് ഇതിൽ കാണും. എക്സ്ട്രാ എത്ര വേണമെങ്കിലും വരാം. ഇപ്പം ഞാനിവിടെ 1 മുതൽ 10 വരെ എഴുതി, ഇല്ല 11, 12, 13, 14, 15 വരെ എഴുതിയാലും ഇതും യൂണിവേഴ്സൽ സെറ്റാണ്. ഈ യൂണിവേഴ്സൽ സെറ്റിൽ ഇതിലെ 3 എലമെൻറ്റ്സ് മാത്രമേ കാണാവൂ എന്നില്ല. അഡീഷണലായി എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും യുവിനകത്ത് വരാം. പക്ഷേ
ഈ സെറ്റുകളിലെ എലമെൻറ്റ്സ് എല്ലാം ഇതിനകത്തുണ്ടാവണം, അത്രയേ ഉള്ളൂ. കൂടുതലായി എത്ര വേണമെങ്കിലും ആ യുവിനകത്ത് എലമെൻറ്റ്സ് വരാം. ഇങ്ങനെയുള്ള സെറ്റിന് വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് യൂണിവേഴ്സൽ സെറ്റ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എ യൂണിവേഴ്സൽ സെറ്റ് ഈസ് എ സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് ഓഫ് സെറ്റ്സ് ഇൻ എ ഗിവൻ കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പറയുന്ന സെറ്റുകൾ, ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലമോ ഒരു സിറ്റുവേഷനോ എന്തോ ആവാം, അവിടെ നമ്മൾ കുറച്ച് സെറ്റുകൾ പറഞ്ഞാൽ ആ സെറ്റുകളിലെ എല്ലാ എലമെൻറ്റ്സും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ്, ആ സെറ്റിൻ്റെ പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യു. യു എന്ന ലെറ്റർ കൊണ്ടാണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ 3 സെറ്റ് തന്നട്ടെ, അതിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ആ സെറ്റിലെ എല്ലാ എലമെൻറ്റ്സും വരുന്ന ഒരു വലിയ സെറ്റ് എഴുതുക. ആ സെറ്റ് എഴുതുമ്പോൾ അതിൽ ഈ 3 സെറ്റിലെ എലമെൻറ്റ്സ് മാത്രമേ കാണാവൂ എന്നൊന്നുമില്ല, കൂടുതലായി എത്ര എലമെൻറ്റ്സ് വേണമെങ്കിലും നമുക്കതിനകത്ത് എഴുതി ചേർക്കാം എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുക. അതിനെ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ പുതിയ ആശയം, യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ സെറ്റ്? ഒരു സിറ്റുവേഷനിൽ, ഒരു പ്രോബ്ലത്തിൽ, ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കുറച്ച് സെറ്റുകൾ പറഞ്ഞാൽ ആ സെറ്റുകളിലെ എല്ലാ എലമെൻറ്റ്സും ചേരുന്ന ഒരു സെറ്റ് ഉണ്ടാകും. ആ സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതിന് യു എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്, ക്യാപിറ്റൽ യു ആണ്, യൂണിയൻ്റെ സിമ്പലുമായി കൺഫ്യൂഷൻ ഉണ്ടാവരുത്, യു. ഈ യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതാ ഒന്ന് ശ്രദ്ധിക്കണേ, യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് ആദ്യമേ എഴുതി. ആദ്യം നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് സെറ്റ് നമ്മൾ എഴുതിയാലും ആ സെറ്റിൽ യുയിലെ എലമെൻറ്റ്സ് മാത്രമേ കാണാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. യു നമ്മൾ ആദ്യം എഴുതിയാൽ, യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഏത് സെറ്റ് എ ബി സി എന്നും പറഞ്ഞ് എഴുതിയാലും അതിലെല്ലാം യുയിലുള്ള എലമെൻറ്റ്സ് മാത്രമേ കാണാവൂ. എന്ന് പറഞ്ഞാൽ ബാക്കി എഴുതുന്ന സെറ്റുകളെല്ലാം യുവിൻ്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പം ഞാൻ ഈ യു നോക്കിയിട്ട് എ എന്നൊരു സെറ്റ് പറയുകയാണ്, സെറ്റ് 1 2 3. ഓക്കെ, ഇതൊരു സെറ്റാണ്. അപ്പോൾ യു എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു, മനസ്സിലാക്കിയല്ലോ. യു എന്നൊരു സെറ്റ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഏത് സെറ്റ് നമ്മൾ എഴുതിയാലും അതിൽ ആ യുയിലെ എലമെൻറ്റ്സ് മാത്രമേ ആ കോണ്ടെക്സ്റ്റിൽ, ആ സിറ്റുവേഷനിൽ പിന്നെ കാണാൻ പാടുള്ളൂ. യുയിലില്ലാത്ത ഒരു എലമെൻറ്റ് പോലും താഴത്തെ സെറ്റുകളിൽ എഴുതുവാൻ പാടുള്ളതല്ല. അപ്പം ഞാൻ എ എന്ന് പറയുന്നൊരു സെറ്റ് എഴുതി, സെറ്റ് 1 2 3. ഇനി ഞാൻ ഒരു സെറ്റ് എഴുതുകയാണേ, സെറ്റ് 4 5 6. ഈ സെറ്റ് നോക്കിയട്ടെ, ഈ സെറ്റ് ഞാൻ എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഈ 2 സെറ്റും കൂടെ നോക്കിയേ. യുയിൽ 1 മുതൽ 6 വരെ, എയിൽ 1 2 3. ഇപ്പം ഞാൻ എഴുതിയ സെറ്റിൽ 4 5 6. ഇതെങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഈ സെറ്റ് എഴുതിയിരിക്കുന്നത് എയിൽ ഇല്ലാതെ യുയിലുള്ള ബാക്കി എലമെൻറ്റ്സ്. എയിൽ 1 2 3 ഉണ്ട്, യുയിൽ ബാക്കി എലമെൻറ്റ്സ് ഏതൊക്കെയാ? 4 5 6. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എയിൽ ഇല്ലാത്തതും യുയിൽ ഉള്ളതുമായ എലമെൻറ്റ്സ് ആണ് സെറ്റ് 4 5 6. എയിൽ ഇല്ലാത്തതും യുയിൽ ഉള്ളതും ഈ സെറ്റ്. ഇതിന് വിളിക്കുന്ന പേരാണ്, നമ്മൾ ഈ എഴുതിയ സെറ്റില്ലേ എ, അതിൻ്റെ കോംപ്ലിമെൻറ്റ്. എന്താണ് വിളിക്കുക? കോംപ്ലിമെൻറ്റ്. ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്നാണ് വിളിക്കുക. കോംപ്ലിമെൻറ്റിനെ സൂചിപ്പിക്കാൻ 2 സിമ്പലാണ്. എ എഴുതി മുകളിൽ ഇങ്ങനെ ചരിച്ചൊരു ചെറിയ വരയിടണം, അല്ലെങ്കിൽ എ എഴുതിയതാണ്ട് അതിൻ്റെ മുകളിലോട്ടൊരു സി ഇടണം. ഇത് രണ്ടും നമ്മൾ വായിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് എന്നാണ്. എങ്ങനെ വായിക്കുക? എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഈ സെറ്റിൻ്റെ പേരാണ് എ കോംപ്ലിമെൻറ്റ്. സാധാരണ നമ്മൾ ഈ ആദ്യത്തെ സിമ്പലാണ് കോംപ്ലിമെൻറ്റ് ഉപയോഗിക്കുക. നമ്മളെ പുസ്തകത്തിലെല്ലാം ഈ സിമ്പലാണ് ഉപയോഗിച്ചിരിക്കുക. ഇതിനെ വായിക്കുന്നത് എ കോംപ്ലിമെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ എ എന്നൊരു സെറ്റ് തന്നാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എങ്ങനെയാണ് എഴുതുക? ആ സെറ്റിൽ ഇല്ലാത്തതും യുയിൽ ഉള്ളതുമായ എലമെൻറ്റ്സാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്താണ്? കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് ദ സെറ്റ് ഓഫ് എലമെൻറ്റ്സ് ഇൻ യു നോട്ട് ഇൻ എ. എയിൽ ഇല്ലാത്തതും
യുയിൽ ഉള്ളതുമായ എലമെൻസിൻ്റെ സെറ്റിനാണ് ആ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ദ കോംപ്ലിമെൻ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ, കോംപ്ലിമെൻ്റ് ഡിനോട്ട് ചെയ്യാൻ രണ്ട് സിമ്പൽ, എ എഴുതി മുകളിൽ ചരിച്ചൊരു വരയിടുക, അല്ലെങ്കിൽ എ എഴുതി അതിൻ്റെ മുകളിലൊരു സി ഇടുക. ഇത് നമ്മൾ സാധാരണ ആദ്യത്തെ സിമ്പലാണ് ഉപയോഗിക്കുന്നതാണ്ട് ഈ സിമ്പൽ. ഇതിന് നമ്മൾ വായിക്കുന്നത് എ കോംപ്ലിമെൻ്റ് എന്നാണ്. അപ്പോഴെന്താണ് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ? എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എയിലില്ലാത്തതും യുയിലുള്ളതുമായ എലമെൻസിൻ്റെ സെറ്റാണ് എ കോംപ്ലിമെൻറ്റ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ഈസ് ഇക്വൽ ടു യു മൈനസ് എ. എന്താണ് യു മൈനസ് എ? യുയിലുണ്ട്, എയിലില്ല. ഇതാണ് എ കോംപ്ലിമെൻ്റിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ. വാട്ട് ഈസ് എ കോംപ്ലിമെൻറ്റ്? യു മൈനസ് എ. അപ്പോൾ എയുടെ കോംപ്ലിമെൻ്റ് കാണുന്ന ഫോമുലയാണ് യു മൈനസ് എ, അല്ലെങ്കിൽ എയിലില്ലാത്തതും യുയിൽ ഉള്ളതും. രണ്ട് രീതിയിലും പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. യുയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻസിൻ്റെ സെറ്റാണ് എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു യു മൈനസ് എ. ഇനി എ കോംപ്ലിമെൻ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നോക്കാം. എ കോംപ്ലിമെൻറ്റ് ഈസ് ഇക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് യു ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞേ. എക്സ് എലമെൻ്റ് ഓഫ് യു, എക്സ് യുയിലുണ്ട്, ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ, എക്സ് എയിലില്ല. അതായത് എയിലില്ലാത്തതും യുയിലുള്ളതുമായ എലമെൻസിൻ്റെ സെറ്റാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ആശയമാണ് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് യൂണിവേഴ്സൽ സെറ്റ്. എന്താ? ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിഗണിക്കുന്ന എല്ലാ സെറ്റിലെയും എലമെൻറ്റ്സ് ഉൾക്കൊള്ളുന്നൊരു സെറ്റിന് വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. അതിനെ നമ്മൾ യു എന്നാണ് ഡിനോട്ട് ചെയ്യുക. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ എഴുതിയാൽ പിന്നെ താഴോട്ട് ഏത് സെറ്റ് എഴുതിയാലും ആ സെറ്റുകളിൽ യുയിലെ എലമെൻറ്റ്സ് മാത്രമേ കാണാൻ പാടുള്ളൂ. അതായത് ബാക്കി സെറ്റുകളെല്ലാം യുയിൻ്റെ സബ്സെറ്റുകളായിരിക്കുമെന്നർത്ഥം. പിന്നീട് പഠിച്ചത് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. എ ഒരു സെറ്റാണ്. അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിലില്ലാത്തതും യുയിൽ ഉള്ളതുമായ എലമെൻസിൻ്റെ സെറ്റാണ് എ കോംപ്ലിമെൻ്റ്. അതിനെ ഈ രണ്ട് സിമ്പലിലാണ് നമ്മൾ സൂചിപ്പിക്കുക. അതിൽ ഈ ആദ്യത്തെ സിമ്പലാണ് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. എ എഴുതി മുകളിൽ ചരിച്ചൊരു ചെറിയ വരയിടണം. ഇതിനെ വായിക്കുന്നത് എ കോംപ്ലിമെൻ്റ് എന്നാണ്. എ കോംപ്ലിമെൻ്റ് കാണുന്ന ഫോമുല യു മൈനസ് എ, യുയിലുള്ളതും എയിൽ ഇല്ലാത്തതും, എയിലില്ലാത്തതും യുയിലുള്ളതും. അതാണ് എ കോംപ്ലിമെൻ്റ്. എ കോംപ്ലിമെൻ്റിൻ്റെ സെറ്റ് ബിൽഡർ ഫോം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻ്റ് ഓഫ് യു ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് എ. യുയിലുണ്ട്, എയിൽ ഇല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. അതാ ഇവിടെ ഒന്നുകൂടെ നോക്കിയേ. യു എന്ന യൂണിവേഴ്സൽ സെറ്റ്, എ എന്നൊരു സെറ്റ് നമുക്ക് തന്നാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതാൻ ഇപ്പം എയിൽ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ആ യൂണിവേഴ്സൽ സെറ്റിൽ ആ എയിലെ 3 എലമെൻറ്റ്സ് ഉണ്ടല്ലോ, 2, 1, 2, 3, അതൊഴിച്ചു നിർത്തി ബാക്കിയുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാ? 4, 5, 6. അതിൻ്റെ സെറ്റാണ് ആ എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേണ്ടേ ഈ രണ്ട് സെറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. ഈ രണ്ട് സെറ്റ്, അതായത് ഇത് എയും ഇത് എ കോംപ്ലിമെൻറ്റുമാണ് കേട്ടോ. ഇത് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എന്തായിരിക്കും വരുന്നത്? നമുക്കൊന്ന് ആലോചിക്കാം. ഈ രണ്ട് സെറ്റിൻ്റെയും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിലെയും ടോട്ടൽ എലമെൻറ്റ്സ് പറഞ്ഞാൽ പോരെ. നോക്ക്, 1, 2, 3, 4, 5, 6. അത് യഥാർത്ഥത്തിൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് കണ്ടാൽ യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇനി ഇത് രണ്ടിലും കോമൺ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഇത് രണ്ടിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും വരുന്നത്? നൾ സെറ്റാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് യൂണിവേഴ്സൽ സെറ്റാണ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് നൾ സെറ്റാണ്. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റുമായി ബന്ധപ്പെട്ട ചില റിസൾട്ടുകൾ നമുക്കൊന്ന് നോക്കാം. എ കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ്, ആൻസർ എ. കാരണം എ എഴുതി അതിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതും. ആ എ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് വീണ്ടും എഴുതിയാൽ അത് എ ആയി മാറും. അപ്പോൾ ഈ ഫസ്റ്റ് റിസൾട്ട് എ കോംപ്ലിമെൻ്റ് ദ ഹോൾ കോംപ്ലിമെൻ്റ് ഈസ് ഇക്വൽ ടു എ. അടുത്ത റിസൾട്ട് നൾ സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് യൂണിവേഴ്സൽ സെറ്റ്.
യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഇത് രണ്ടും ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാ. എ യൂണിയൻ എ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഈ 5 റിസൾട്ടുകൾ കൃത്യമായും ബൈഹാർട്ട് ചെയ്യണം. എ കോംപ്ലിമെന്റ് ദ ഹോൾ കോംപ്ലിമെന്റ് എ, നൾ സെറ്റിന്റെ കോംപ്ലിമെന്റ് യു, യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് നൾ സെറ്റ്, എ യൂണിയൻ എ കോംപ്ലിമെന്റ് യൂണിവേഴ്സൽ സെറ്റ്, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് നൾ സെറ്റ്. ഈ 5 റിസൾട്ട് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇനി ഈ കോംപ്ലിമെന്റിന്റെ ആശയം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. ലെറ്റ് യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6, എ ഈക്വൽ ടു സെറ്റ് 1 3 5, ബി ഈക്വൽ ടു സെറ്റ് 1 2 3. ഫൈൻഡ് എ കോംപ്ലിമെന്റ്, ബി കോംപ്ലിമെന്റ്, എ മൈനസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. നമുക്കിത് ഓരോന്നോരോന്നായി കാണാം. ആദ്യം നമുക്ക് എ കോംപ്ലിമെന്റ് കാണാം. എന്താണ് എ കോംപ്ലിമെന്റിന്റെ ഫോർമുല? യു മൈനസ് എ. നമ്മൾ പറഞ്ഞതാ കേട്ടോ നേരത്തെ, യു മൈനസ് എ. ആദ്യം യു എഴുതണം, ദാ ഇതാണ് യു, എന്നിട്ട് മൈനസ് ഇട്ടു, അടുത്ത എ എഴുതണം. ഏതാ ഇവിടെ ഉണ്ട് കേട്ടോ, 1 3 5. ഇനി പറ ഇതിന്റെ ഡിഫറൻസ് എങ്ങനെ കാണും? ഇതിൽ ഉള്ളതും ഇതിൽ ഇല്ലാത്തതും. ആൻസർ പറഞ്ഞു നോക്കിയേ. ഈ സെറ്റിലുള്ളതും ഈ സെറ്റിൽ ഇല്ലാത്തതും. 2 4 6. ദാ ഇതാണ് ഉത്തരം. ഇതാണ് എ കോംപ്ലിമെന്റ്. അടുത്ത ചോദ്യം ബി കോംപ്ലിമെന്റ്. എന്താ ബി കോംപ്ലിമെന്റിന്റെ ഫോർമുല? യു മൈനസ് ബി. അപ്പോൾ ആദ്യം യു എഴുതുക, മൈനസ് ഇടുക, ബി എഴുതുക. എങ്ങനെ ഈ 2 സെറ്റിന്റെ ഡിഫറൻസ് കാണുന്നേ? ഇതിലുള്ളതും ഇതിൽ ഇല്ലാത്തതും, ഈ സെറ്റിലുള്ളതും ഈ സെറ്റിൽ ഇല്ലാത്തതും. ഏതൊക്കെ എലമെന്റ്സ് ഇതിലുണ്ടാവണം, ഇതിലുണ്ടാവാൻ പാടില്ല? 4 5 6. ദാ ഉത്തരം 4 5 6. ഇനി അടുത്ത ചോദ്യം ഇതാണ്, എ മൈനസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കാണണം? എ മൈനസ് ബി. എ മൈനസ് ബി കണ്ടിട്ടേ അതിൻ്റെ കോംപ്ലിമെന്റ് കാണാൻ പറ്റൂ. ആദ്യം നമുക്ക് എ മൈനസ് ബി കാണാം. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് എയും ബി. ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. എ മൈനസ് ബി, എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. ഏതാ? 5 മാത്രമേ ഉള്ളൂ. ദാ സെറ്റ് 5. ഇനി നമുക്ക് എ മൈനസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് കാണാം. എ മൈനസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അത് കാണാനേ ദാ കോംപ്ലിമെന്റ് കാണാൻ എപ്പോഴും യുയിലേക്കാണ് നോക്കേണ്ടത്. ഇതാണ് യു. എ മൈനസ് ബിയിൽ 5 മാത്രം. അപ്പോൾ ഈ എ മൈനസ് ബിയുടെ കോംപ്ലിമെന്റ് കാണാൻ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഏതങ്ങ് മാറ്റി നിർത്തിയാൽ മതി. 5 മാറ്റി ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 3 4 6. ദാണ്ടേ അതാ ഉത്തരം വരിക. അപ്പോൾ എ മൈനസ് ബി സെറ്റ് 5 ആണെങ്കിൽ എ മൈനസ് ബിയുടെ കോംപ്ലിമെന്റ് കാണാൻ ആ യൂണിവേഴ്സൽ സെറ്റ്, എപ്പോഴും കോംപ്ലിമെന്റ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നോക്കിയാണ് എഴുതുക. ആ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആ 5 ഉണ്ടല്ലോ അതങ്ങ് കളയണം. എന്നിട്ട് ബാക്കിയുള്ള എലമെന്റ്സ് 1 2 3 4 6. ഇതാണ് എ മൈനസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അടുത്ത നമ്മൾ എന്ത് കാണണം? ദാ ഇത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. അതിനാദ്യം നമ്മൾ എന്ത് കാണും? എ യൂണിയൻ ബി കാണും. നമുക്ക് നോക്കാം എ യൂണിയൻ ബി. അതിന് ഈ 2 സെറ്റിലെയും കൂടെ എല്ലാ എലമെന്റ്സും കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. പറ 1 2 3 5. ദാ ഇതാണ് എ യൂണിയൻ ബി. എയിലെയും ബിയിലെയും ടോട്ടൽ എലമെന്റ്സ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കാണണം. അപ്പോൾ ഈ എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് കാണാൻ യുയിലേക്ക് നോക്കണം. കോംപ്ലിമെന്റ് കാണാൻ എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിൽ നോക്കുക. എന്നിട്ട് എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് അല്ലേ കാണേണ്ടത്? എ യൂണിയൻ ബിയിൽ ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഇത് 4 കളയണം. 1 പോണം, 2 പോണം, 3 പോണം, 5 പോണം. ബാക്കി എന്തൊക്കെയുണ്ട്? ഇതിൽ നിന്ന് 1ഉം 2ഉം 3ഉം 5ഉം പോയാൽ ബാക്കി ആരൊക്കെയുള്ളൂ? 4ഉം 6ഉം. അതാണ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് വരുന്നത് 4 6. അപ്പോഴൊരു സെറ്റ് തന്നാൽ അതിൻ്റെ കോംപ്ലിമെന്റ് കാണാൻ ആ സെറ്റിലില്ലാതെ യുയിലുള്ള ബാക്കി എലമെന്റ്സ്, ആ സെറ്റിലെ എലമെന്റ്സിനെ മാറ്റി നിർത്തി യുയിൽ വരുന്ന ബാക്കി എലമെന്റ്സ് ആണ് അതിൻ്റെ കോംപ്ലിമെന്റിൽ നമ്മൾ എഴുതേണ്ടത്. ഇത് കോംപ്ലിമെന്റുമായി ബന്ധപ്പെട്ട 5 റിസൾട്ടുകളാണ്. ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട 2 ലാസ് ആണ്. ഡി മോർഗൻസ് ലോസ്. ഡി മോർഗൻസ് ലോസ് 2 എണ്ണമാണ്. ഒന്ന്, എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഇക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. 2, എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് ഇക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് 2ഉം കൂടെ ചേർത്താണ് നമ്മൾ എന്തു പേര് വിളിക്കുന്നത്?
ഡി മോർഗൻസ് ലോസ് എന്ന് വിളിക്കുക. ഇത് ഡി മോർഗൻ എന്ന സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ലോ ആയതുകൊണ്ടാണ് ഇതിന് ഡി മോർഗൻസ് ലോസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഇത് രണ്ടും നല്ല പോലെ കാണാതെ പഠിക്കണം. അത് തിരിച്ചും മറിച്ചും പറയാൻ അറിയണം. എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. തിരിച്ചും പറയണം. എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. അതേപോലെ ഡി മോർഗൻസ് ലോസിൽ രണ്ടാമത്തത് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. തിരിച്ചു പറ. എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഈ രണ്ട് റിസൾട്ട് നല്ല പോലെ ബൈഹാർട്ട് ചെയ്യണം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എല്ലാ വർഷവും ബോർഡ് എക്സാമിനെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഡി മോർഗൻസ് ലോസ് രണ്ടെണ്ണം, അത് പഠിക്കുക എളുപ്പം കേട്ടോ. അതാ ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ, ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ. ഈ ലോസിന് വിളിക്കുന്ന പേരാണ് ഡി മോർഗൻസ് ലോസ്. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. രണ്ട് ലോസാണ്. ഒന്ന് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈസിക്കൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ശ്രദ്ധിക്കുക, ഇവിടെ യൂണിയൻ വന്നാൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ആണ്, ഇവിടെ ഇൻ്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ ആണ്. ലെഫ്റ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഇല്ല. ഇത് ശ്രദ്ധിച്ച് എഴുതി വായിച്ച് പഠിക്കണം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.